ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. ഇന്ന് നമുക്ക് ചെറിയ ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയാണ് ഒരു പാസേജ് ഉണ്ടാക്കുക, എന്നിട്ട് ആ പാസേജിലൂടെ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ സെന്റൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അറിയാവുന്ന, അതായത് നമ്മുടെ ഏത് ലെവലാണോ ഇംഗ്ലീഷ് ആ ഒരു ലെവൽ വെച്ചിട്ട് ചെറിയ ചെറിയ സെന്റൻസ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം ഉണ്ടാക്കുന്ന സെന്റൻസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം രണ്ടാമത്തെ സെന്റൻസ്. അപ്പൊ ഒരു 4-5 സെന്റൻസ് നിങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ അത് ഒന്നിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്കതൊരു പാസേജ് ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇതിലൂടെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യും എഴുതുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് ആ റൈറ്റിംഗ് സ്കില്ല്, പിന്നെ നിങ്ങളത് വായിക്കുന്ന സമയത്ത് റീഡിങ്, പിന്നെ നിങ്ങൾക്കത് സംസാരിക്കാം അത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതുന്ന സമയത്ത് തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എഴുതാൻ ട്രൈ ചെയ്യുക. ഓക്കെ, രണ്ടാമത് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് 2-3 എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു സെന്റൻസ് പറയാം. ടീന എൻ്റെ ഒരു നല്ല കൂട്ടുകാരിയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് എഴുതുക? അത് ആദ്യം നിങ്ങൾ ഈ ഒരു സെന്റൻസ് കേട്ടപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു സെന്റൻസ് ഏത് ടെൻസിലാണെന്ന് മനസ്സിലായോ? ഇത് എപ്പോഴുള്ള ഒരു സംഭവമാണല്ലേ. ഇപ്പൊ ഇത് കഴിഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, അതുപോലെ ഞാൻ ഫ്യൂച്ചറിലുള്ള കാര്യമല്ല പറയുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് എന്നുമുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതൊരു സിമ്പിൾ പ്രസന്റിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇത് എഴുതുക? ടീന എൻ്റെ നല്ല കൂട്ടുകാരിയാണ്. ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ ടീന ഈസ് എൻ്റെ നല്ല കൂട്ടുകാരി, മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? ടീന ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് തന്നെ നമുക്ക് എഴുതാം. എങ്ങനെയാണ്? അവൾ ഒരു ടീച്ചറാണ്. അവൾ ഒരു ടീച്ചർ ആണ്. അതെങ്ങനെ എഴുതാം? അവൾ ആണ്. ഷീ ഈസ് ഒരു ടീച്ചർ, എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. ഇനി മൂന്നാമതൊരു സെന്റൻസ്, അവൾക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അതെങ്ങനെ എഴുതാം? അവൾക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ് എന്നുള്ളതാണ് വേർബ്. അപ്പോൾ ഷീ ലൈക്സ്. ഷീ ലൈക്സ് എന്താണ്? ടു റീഡ് ബുക്സ്. ബുക്ക് വായിക്കാൻ. ഷീ ലൈക്സ് ടു റീഡ് ബുക്സ്. അവൾ എന്നെ എന്നും വിളിക്കാറുണ്ട്. അവൾ എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ട്. അതെങ്ങനെ പറയാം? അപ്പോൾ അവൾ വിളിക്കാറുണ്ട്, വേർബ് ആദ്യം നോക്കണം. വിളിക്കാറുണ്ട് അപ്പൊ എപ്പോഴുള്ളൊരു സംഭവമല്ലേ. അപ്പൊ ഷീ കോൾസ് എന്നെ, മീ, എപ്പോഴും എല്ലാ ദിവസവും, എവ്രി ഡേ. ഷീ കോൾസ് മീ എവ്രി ഡേ. അപ്പോൾ ഇത്രയും സെന്റൻസ് ആയല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു 5ാമതൊരു സെന്റൻസും കൂടെ ആക്കാം. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും സിനിമ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ, വി, സിനിമ കാണാറുണ്ട്. അപ്പൊ നമുക്ക് വി വാച്ച് മൂവീസ് എന്ന് പറയാം. വി വാച്ച് മൂവീസ് എല്ലാ ആഴ്ചയിലും, എവ്രി വീക്ക്. ഇപ്പോൾ നമുക്ക് 5 സെന്റൻസ് കിട്ടി. ഈ 5 സെന്റൻസും കണക്റ്റഡ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്നിച്ചങ്ങോട്ട് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കാം. ടീന ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഷീ ഈസ് എ ടീച്ചർ. ഷീ ലൈക്സ് ടു റീഡ് ബുക്സ്. ഷീ കോൾസ് മീ എവ്രി ഡേ. വി വാച്ച് മൂവീസ് എവ്രി വീക്ക്. അപ്പോൾ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതെന്നും നടക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതൊരു പതിവായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാസേജ് നമുക്ക് ഇങ്ങനെ നമുക്ക് നമ്മുടെ റൈറ്റിംഗ് സ്കില്ലും അതുപോലെ തന്നെ റീഡ് ചെയ്യുന്ന സമയത്ത് ഗ്രാമറൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. രണ്ടാമതും കൂടെ എഴുതുക, എന്നിട്ട് നിങ്ങളതൊന്ന് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത വേറൊരു ടെൻസിലും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ പറയുന്ന ഞാൻ ഈ സെന്റൻസ് ഏത് ടെൻസിലാണെന്ന് നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാനും എൻ്റെ സഹോദരിയും ഞങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഇന്നലെ രാവിലെ 10 മണിക്ക് പോയി. ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ ഇത് കുറച്ച് ലോങ് സെന്റൻസ് ആണെന്ന്. പക്ഷേ നമുക്കിത് ആലോചിച്ച് എഴുതുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ലോങ് സെന്റൻസും കൂടെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇത് ഏത് ടെൻസിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പോയി എന്നൊക്കെ കേട്ടപ്പോൾ മനസ്സിലായല്ലോ ഇത് കഴിഞ്ഞു എന്നുള്ള കാര്യം. അപ്പൊ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഞാനും എൻ്റെ സഹോദരിയും. അപ്പൊ നമ്മൾ ആദ്യം എഴുതുക മൈ സിസ്റ്റർ ആൻഡ് ഐ. പോയി എന്നുള്ള വേർബ് എഴുതുക. അപ്പോൾ മൈ സിസ്റ്റർ ആൻഡ് ഐ വെന്റ്
എവിടേക്ക്, എപ്പോൾ, എന്തിനു പോയി എന്നൊക്കെ അതിലുള്ളതൊക്കെ നമ്മൾ എഴുതേണ്ടി വരും അല്ലെ. അപ്പോൾ മൈ സിസ്റ്റർ ആൻഡ് ഐ വെന്റ് ടു അവർ കസിൻസ് വെഡിങ് അറ്റ് 10 AM യെസ്റ്റർഡേ. ഇന്നലെ രാവിലെ 10 മണിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സെന്റൻസ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് നോക്കാം. ഞങ്ങൾ കാറിലാണ് പോയത്. ഞങ്ങൾ കാറിലാണ് പോയത് എങ്ങനെ പറയാം? വി വെന്റ്, പോയി എന്നുള്ളത് തന്നെയാണല്ലോ. വി വെന്റ് ബൈ കാർ. എല്ലാം ഇന്നലത്തെ കാര്യമാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വി വെന്റ് ബൈ കാർ. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. ഞങ്ങൾ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതായത് ഞങ്ങൾ അവർക്കൊരു സമ്മാനം കൊടുത്തു. ഇവിടെയും കൊടുത്തു. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ വി കൊടുത്തു എന്നെങ്ങനെ പറയും? വി ഗേവ് ദം, അവർക്ക് ഒരു സമ്മാനം, എ ഗിഫ്റ്റ്. വി ഗേവ് ദം എ ഗിഫ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഒരു സെന്റൻസും കൂടെ നോക്കാം. ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ വീട്ടിലെത്തി. അതെങ്ങനെ പറയാം? ഞങ്ങൾ വി എത്തി എന്നുള്ളതാണല്ലോ വേർബ്. വി റീച്ച്ഡ്. ഇവിടെ എല്ലാം പാസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. വി റീച്ച്ഡ് എവിടേക്കാ? ഹോം. വി റീച്ച്ഡ് ഹോം ഏകദേശം ഉച്ചയ്ക്ക് 3 മണി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ എഴുതാം? അറൌണ്ട് 3 PM. 3 PM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്നുള്ളതാണ്. അപ്പോൾ വി റീച്ച്ഡ് ഹോം അറൌണ്ട് 3 PM. ഇപ്പൊ നമുക്കൊരു പാസേജ് കിട്ടി. ഇനി നമുക്ക് ആ പാസേജ് ഒന്ന് വായിച്ചു നോക്കണ്ടേ? അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മൈ സിസ്റ്റർ ആൻഡ് ഐ went to our cousin's wedding at 10 AM yesterday. We went by car. We gave them a gift. We reached home around 3 PM. ഇപ്പോൾ ഈ ഒരു പാസേജ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ സെന്റൻസും കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സെന്റൻസ് പാസേജ് ആയിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. അത് ഏത് ടെൻസിലാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ആദ്യം സെന്റൻസ് പറയാം. ഞങ്ങൾ മായയുടെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഈ ഒരു സെന്റൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പോകുകയാണ്. അപ്പൊ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് ഏത് ടെൻസ് ആണ്? അപ്പോ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇവിടത്തെ വേർബ് എന്താണ്? പോകുകയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ പ്രസന്റ് കണ്ടിന്യൂസ് എഴുതുക? പോകുക, ഗോ, അതിന്റെ കൂടെ ING. അപ്പോ ഗോയിങ്. അപ്പൊ ഇവിടെ എന്താണ് സബ്ജക്റ്റ്? ഞങ്ങൾ. അപ്പൊ വി എന്ന് വന്നാൽ നമ്മൾ എന്ത് ചേർക്കണം? വി ആർ ഗോയിങ്. വി ആർ ഗോയിങ് എവിടേക്കാ പോകുന്നത്? ടു മായാസ് ഹൗസ്, മായയുടെ വീട്ടിലേക്ക്. വി ആർ ഗോയിങ് ടു മായാസ് ഹൗസ്. എന്തിനാണ് പോകുന്നത്? ടു ഹാവ് ലഞ്ച്, ലഞ്ച് കഴിക്കാൻ. വി ആർ ഗോയിങ് ടു മായാസ് ഹൗസ് ടു ഹാവ് ലഞ്ച്. ഇനി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെന്റൻസുമായി കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, അവൾ നല്ല രുചിയുള്ള ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്യുകയാണ്. അവൾ നല്ല രുചിയുള്ള ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് എന്ന്. അപ്പൊ അതെങ്ങനെ പറയാം? അവൾ ഭക്ഷണം പാകം ചെയ്യുന്നതാണല്ലോ. അപ്പോ ഷീ ഈസ് കുക്കിംഗ് അല്ലെ. കുക്ക് ING. അപ്പൊ ഷീ ഈസ് കുക്കിംഗ് എന്താണ്? രുചിയുള്ള ഭക്ഷണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഷീ ഈസ് കുക്കിംഗ് ഡെലിഷ്യസ് ഫുഡ് ഞങ്ങൾക്ക് വേണ്ടി എന്നല്ല പറഞ്ഞത്. അപ്പോ ഫോർ അസ്. ഷീ ഈസ് കുക്കിംഗ് ഡെലിഷ്യസ് ഫുഡ് ഫോർ അസ്. അവളുടെ ഹസ്ബൻഡ് അവളെ സഹായിക്കുകയാണ്. അതെങ്ങനെ പറയാം? ഹെർ ഹസ്ബൻഡ് ഈസ് ഹെൽപ്പിംഗ് ഹെർ. സഹായിക്കുകയാണ്, ഈസ് ഹെൽപ്പിംഗ് ഹെർ. ഓക്കെ. ഇനി അവരുടെ കുട്ടികള് പുറത്ത് കളിക്കുകയാണ്. അപ്പൊ എന്ത് പറയാം? Their children are playing outside. Their children are playing outside. അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പൊ എങ്ങനെ പറയാം? They all are very happy now. അവരെല്ലാവരും ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. They all are very happy now. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഈ സെന്റൻസ് നമുക്കൊന്ന് ഒന്നിച്ച് വായിച്ചു നോക്കാം. എന്താണ്? വി ആർ ഗോയിങ് ടു മായാസ് ഹൗസ് ടു ഹാവ് ലഞ്ച്. ഷീ ഈസ് കുക്കിംഗ് ഡെലിഷ്യസ് ഫുഡ് ഫോർ അസ്. ഹെർ ഹസ്ബൻഡ് ഈസ് ഹെൽപ്പിംഗ് ഹെർ. ദിയർ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട്സൈഡ്. ദേ ഓൾ ആർ വെരി ഹാപ്പി നൗ. ഇപ്പോ ഈ ഒരു പാസേജും നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ 3 ടെൻസിലായിട്ടാണ് 3 പാസേജ് ഉണ്ടാക്കി. ആദ്യത്തേത് സിമ്പിൾ പ്രസന്റ്, പിന്നേത്തത് സിമ്പിൾ പാസ്റ്റ്, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ടെൻസിലുള്ള സെന്റൻസ് നിങ്ങൾ ഇതുപോലെ ഒരു 4-5 സെന്റൻസ് കണക്റ്റഡ് ആയിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അത് എഴുതി, അത് വായിച്ച്, അത് സംസാരിച്ച് നിങ്ങൾ നോക്കുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഈ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.